dear friends, assalamu alaikum, welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്മൂത്തി ആണ് ട്ടോ. അപ്പോൾ നമുക്ക് മിക്സഡ് ഫ്രൂട്ട്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് ട്ടോ. പിന്നെ നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ സ്മൂത്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് എടുക്കുന്നത് ആപ്പിള്, പിന്നെ ഒരു മുസമ്പി, പിന്നെ ഒരു നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു നേന്ത്രപ്പഴം അത്യാവശ്യം ചെറിയൊരു പഴമാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു 1/4 ഭാഗത്തോളം മാത്രം മതി. ചെറിയൊരു കഷ്ണം ഞാൻ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊളിച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ പഴം അധികം കൂടി പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്മൂത്തിക്ക് ഒരു നേന്ത്രപ്പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് റോബസ്റ്റ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി നമുക്ക് ആപ്പിൾ ചേർത്ത് കൊടുക്കണം. ആപ്പിൾ നമുക്ക് തൊലിയൊന്നും കളയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ നടുവിലുള്ള ആ കുരുവും ആ ഭാഗം മാത്രമേ ഒന്ന് കളഞ്ഞെടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ തൊലിയോട് കൂടിയിട്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്മൂത്തി കഴിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തൊലി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ അങ്ങനെ കടിക്കാനൊന്നും കിട്ടണില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ എടുത്ത ഒരു മുസമ്പിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ജ്യൂസ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുരുവൊക്കെ മാറ്റിയിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് കറക്റ്റ് ഒരു അളവാണ്. ഇനി നമുക്കിത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അതുപോലെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ കഷ്ണങ്ങളൊന്നും കിടക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. മാംഗോയുടെ ഒരു എസൻസ് ഒരു 2-3 ഡ്രോപ്പ് അല്ലെങ്കിൽ വാനിലയുടെ എസൻസ് ചേർത്ത് കൊടുത്താലും മതി. നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതില്ലാതെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഞാൻ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വെള്ളം തീരെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബനാന ആപ്പിൾ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ ആപ്പിളിൻ്റെ ആ തൊലിയൊക്കെ ഉള്ളതോടുകൂടി കാണാനും ഒരു ഭംഗിയുണ്ട്. എന്നാൽ കഴിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക്